നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ പുറത്തു കടക്കുവാനായിട്ട് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നതെന്നാണ്. ജീവിതത്തിൽ മുന്നേറുന്നതിനായിട്ട് എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടുന്നത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് കുറച്ചു പേരുടെ എന്തോ കാര്യത്തെ ഓർത്ത് ചിന്താകുഴപ്പത്തിലായവരുടെ എനർജിയാണ്. ഒരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറാവാൻ വളരെയധികം സമ്മർദ്ദമുണ്ട്, പക്ഷേ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന മാനസികാവസ്ഥ. എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റിവെച്ചോ അതല്ലെങ്കിൽ മറ്റുള്ള ആരെയെങ്കിലുമൊക്കെ ഭയന്നോ ചിന്താകുഴപ്പത്തിലാണ്. മറ്റുള്ളവരെ എല്ലാം തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നിരുന്നാലും സ്വന്തം നിലനിൽപ്പ് ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ഊർജം നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സന്ദേശം. അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം തന്നെ. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ടതില്ല. പല കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു, പക്ഷേ അതൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചു. ഭാവിക്ക് ഒരുപക്ഷെ ദോഷം ചെയ്യുന്നതാണെന്ന് തിരിച്ചറിവ് പിന്നീടാണ് ഉണ്ടായത്. പലതും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. അതിനൊക്കെയുള്ള ഊർജം തീർച്ചയായിട്ടും ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നിറയ്ക്കുന്നുണ്ട്. ധൈര്യവും ആത്മവിശ്വാസവും നിലനിർത്തുവാനായിട്ട് സാധിക്കും. പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് മുന്നോട്ട് വരും. മടിച്ച് പിന്നോട്ട് പോയ നിങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് വന്നെത്താനാകും. അതിനുള്ള ശക്തിയും ഊർജവും സംസാരിക്കുവാനുള്ള കഴിവും ഉണ്ടാകും. പ്രവർത്തിക്കുവാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് വന്നു ചേരും. ബന്ധങ്ങളെയെല്ലാം തന്നെ അതിൻ്റെ പ്രാധാന്യത്തോടെ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആരെയും വേദനിപ്പിക്കാതെ, ഒട്ടും തന്നെ സ്വയം വേദനിക്കാതെ മുന്നോട്ട് സുഗമമായി പോകണം എന്ന ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും സാധിക്കും. ഉത്സാഹത്തോടെ ഓരോ ദിവസവും പ്രൊഡക്റ്റീവായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. മനസ്സിലുള്ള എന്ത് തന്നെ വിഷമമായിക്കോട്ടെ അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത്. ഒട്ടും തന്നെ ആകുലതകളോടെ മടിച്ചു നിൽക്കരുത്. മനസ്സിലുള്ള ചിന്തകളെല്ലാം സംശയത്തിലൂടെ ചിലപ്പോൾ വന്നു ചേർന്നതായേക്കാം. മനസ്സിലുള്ള ഭയം അകറ്റണം, എല്ലാം വിട്ടയക്കണം. താങ്കളെ മറ്റൊരു ശക്തിക്കും നശിപ്പിക്കാനാവില്ല എന്ന് തിരിച്ചറിയണം. ധർമ്മമാകുന്ന ഇരുമ്പ് കോട്ടയിലാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സുള്ളത്. അവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. ഒരു തരത്തിലുള്ള ദുശക്തികൾക്കും നിങ്ങളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. അതിനുള്ള കാരണം നിങ്ങൾക്ക് ഇരുമ്പ് കവചം തന്നെ തീർത്തിട്ടുള്ളത് ഈശ്വരനാണ്. ഉത്തമമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചനയായിട്ട് വന്നു ചേരുന്നത്. മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും നടന്നു കിട്ടും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകാം. സ്വന്തം കർത്തവ്യത്തെ ഒരു കാരണവശാലും വിസ്മരിക്കുകയും അരുത്. ചെയ്യേണ്ടുന്നത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. പിന്നീട് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചും നമ്മുടെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായി വന്നേക്കാം. അതിന് തീർച്ചയായിട്ടും ശുഭഫലങ്ങൾ നമുക്കായി വന്നു ചേരും എന്ന് വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ കൂടുതൽ മനസ്സർപ്പിച്ച് മുന്നോട്ട് പോകുക. ഒരുപാട് അവസരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അത് പ്രയോജനപ്പെടുത്തുവാനായിട്ടും കഴിയും. ഒട്ടും ആധി വേണ്ട. ആധി കൊണ്ട് നമുക്ക് വ്യാധിയാണ് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകണം. എന്തു തന്നെയായാലും മനസ്സിനെ സമാധാനമായിട്ട് നിലനിർത്താൻ കഴിയുന്ന സാഹചര്യത്തിലൂടെയാണ് ഇനി കടന്നു പോകാനായിട്ട് പോകുന്നത്. മനസ്സിനോ ശരീരത്തിനോ സുഖമില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും അത് അത്ര വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ രോഗമില്ല എന്ന് തിരിച്ചറിയുക തന്നെ ചെയ്യും. നിസ്സാരമായ ചില സംശയങ്ങൾ മാത്രമാവാം അതൊക്കെ. എന്തായാലും ഇനി നിങ്ങൾ വിഷമിക്കേണ്ടി വരികയില്ല. നല്ല ഫലങ്ങൾ വന്നു ചേരും. വളരെ ആശ്വാസത്തോടെ നിങ്ങൾക്ക് നിലനിൽക്കുവാനും കഴിയും. കൈവിട്ടുപോയ നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ തിരികെ വരും. അതല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറം മറ്റെന്തെങ്കിലുമൊക്കെ
പ്രയോജനമുള്ള കാര്യങ്ങൾ കൈകളിലേക്ക് എത്തിച്ചേരും എന്ന് വിശ്വസിക്കുക. ദൈവികമായിട്ടുള്ള ഒരു ശക്തി നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. കുറച്ച് വർഷങ്ങളായി തന്നെ കഷ്ടപ്പെടുന്നു, അതൊക്കെ മാറുന്നതിന് സമയമായിട്ടുണ്ട്. ആലോചിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ജീവിതത്തിൽ ഭൂരിഭാഗവും ദുഃഖവും അലട്ടലും അനുഭവിച്ചു എന്നൊരു തോന്നലുണ്ട്. എത്ര തന്നെ ദുഃഖമയമായ ജീവിതമാണ് നയിച്ചിരുന്നത് എങ്കിലും അതിനൊക്കെ മറുപടിയായി ഈശ്വരൻ്റെ കടാക്ഷം നിങ്ങളിലേക്ക് എത്തുവാൻ പോവുകയാണ്. ശുഭകാര്യങ്ങൾ വന്നെത്തും. ഒരിക്കലും പ്രതീക്ഷ കൈവെടിയരുത്. സ്വന്തം പ്രയത്നത്താൽ തന്നെ, അധ്വാനം കൊണ്ട് അധികമായി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ തന്നെ സാധിക്കും. എവിടെയാണോ കൂടുതലായിട്ടും മനസ്സിന് സമാധാനം കെടുത്തുന്ന കാര്യങ്ങളുള്ളത്, ജോലിസ്ഥലത്തോ കുടുംബത്തിലോ എവിടെയാണെങ്കിലും, അവിടെയൊക്കെ സമാധാനം കെടുത്തുന്ന വ്യക്തികളിൽ നിന്നും മോചനം നേടും. അവരുടെ ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ശരിക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നല്ല മനോബലത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. തെറ്റായ ചിന്തകളിൽ അകപ്പെടാതെ നിർമ്മലമായ മനസ്സോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാവുകയാണ്. ഒരിക്കലും ഈശ്വരൻ കൈവിടിയില്ല എന്ന വിശ്വാസത്തോടെ ധൈര്യമായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ വളരെയധികം അടുത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് സൂചന. വലിയ സങ്കടങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, അതേപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നുമുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി അനായാസേന സാധിക്കുന്ന സമയമാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നിൽ ഇനി വന്നെത്താനായിട്ട് പോകുന്നത്. ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സംശയത്തോടെ കാര്യങ്ങളെ നോക്കിക്കണ്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ അതിനൊക്കെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കും. കാര്യങ്ങളെയൊക്കെ അനുകൂലമാക്കി കൊണ്ടുവരാനും സാധിക്കും. വിരോധികളായിട്ട് കുറച്ച് പേര് തന്നെ ഉണ്ട്. അവരുണ്ടാക്കിയ സങ്കടങ്ങളൊക്കെ ഒരുപാടുമുണ്ട്. അതിനൊക്കെ മറുപടി നൽകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതൊരു പക്ഷേ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ അത്ഭുതകരമായിട്ട് വന്നെത്തുന്ന ചില കാര്യങ്ങളാവാം. അതിനാൽ തന്നെ വിഷമിക്കുവാൻ ഈ ഒരു സമയത്ത് ഒട്ടും തന്നെ പാടില്ല. എല്ലാം ശുഭകരമായിട്ട് സംഭവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും വന്നു ചേരും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് തന്നെ. നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പോസിറ്റീവായിട്ട് ലോകത്തെ നോക്കിക്കണ്ട് പ്രകാശമുള്ളതും സാധ്യതകൾ നിറഞ്ഞതുമായ ഈ ലോകത്തിലെ പല സാഹചര്യങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കും. എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാനുള്ള ഊർജം നിങ്ങൾക്കുണ്ടാകും. അതിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ശക്തിയും നിങ്ങളിലേക്ക് എത്തിച്ചേരും. കൂടുതൽ ജ്ഞാനത്തിലേക്കും ഉൾക്കാഴ്ചയിലേക്കും പരിവർത്തനത്തിലേക്കും സ്വയം എത്തിച്ചേരുക തന്നെയാണ്. സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം തന്നെ യാതൊരു നിബന്ധനയുമില്ലാതെ നമ്മളിലേക്ക് പകർന്നു നൽകുവാൻ ഈ പ്രപഞ്ച ശക്തി ഇവിടെ ഉള്ളപ്പോൾ ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ട.